അമ്മേ ശരണം, ദേവി ശരണം, സ്വാമി ശരണം. ചുവന്നമണ്ണ് വൈലോങ്കര കളരി ക്ഷേത്രം ചിരപുരാതനമാണ്, ചരിത്രപ്രസിദ്ധമാണ്. പൂർവികമായി കളരി ദൈവങ്ങളും ഉപാസനമൂർത്തികളും ഈ കുടുംബത്തിൽ കുടിവെച്ച് ഉപാസന പോലെ ഭജിച്ചിരുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. അതിനുശേഷം ശ്രീജൻ പണിക്കർ എന്ന് പറയുന്ന ദിവ്യനായ അദ്ദേഹം ഇവിടെ ഇതിൻ്റെ മഠാധിപതിയായി. അങ്ങാടിപ്പുറത്ത് ഭഗവതി തന്നെയാണ് ഇവിടെ കളരി ഭഗവതി. അതുപോലെ തന്നെ സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്, ഗണപതി പ്രതിഷ്ഠയുണ്ട്. ശ്രീജൻ പണിക്കരുമായി ഉള്ള സൗഹൃദത്തിൻ്റെ അടുപ്പം കൊണ്ട് ഞാൻ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഉത്സവത്തിന് വരികയും ഇവിടെ വന്നപ്പോൾ ഇവിടെ കണ്ട ഒരു അന്തരീക്ഷം ഈ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നെ വളരെ ആകർഷിച്ച ക്ഷേത്രങ്ങളിലൊന്നായി വൈലോങ്ങര കളരി ഭഗവതി ക്ഷേത്രം എൻ്റെ മനസ്സിൽ എന്നുണ്ട്. ഞാൻ നിത്യം പ്രാർത്ഥിക്കുന്ന ഉപാസന മൂർത്തികളിൽ ഒരു സ്ഥാനം ഈ ക്ഷേത്രത്തിനുണ്ട്. ശ്രീജൻ പണിക്കര് അദ്ദേഹം ഒരു ദിവ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപാസന കൊണ്ട് അദ്ദേഹം ഒരു വർഷക്കാലം മൗനവ്രതം ആചരിച്ച് വേദമന്ത്രങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് പൂജാദികൾ മുറ തെറ്റാതെ നിത്യവും ചെയ്ത് ഒരു സന്യാസി വര്യനായി അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു പർണശാല കെട്ടുകയും ആ പർണശാലയിൽ അദ്ദേഹം പൂജ ധ്യാനങ്ങളുമായി കഴിയുന്നതും ഒക്കെ നേരിട്ട് കാണാൻ അനുഭവത്തിലൂടെ സാക്ഷ്യം വഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവ്യത്വം, വേദമന്ത്രങ്ങൾ അനവധി നിത്യം ഉരുവിട്ടുകൊണ്ട് 365 ദിവസം മൗനമായി. അതിനു മുമ്പും അതിനുള്ള മുൻകാലങ്ങളിലും അതിനുശേഷവും അദ്ദേഹം തികച്ചും ഒരു സന്യാസിയായി മാറി. അദ്ദേഹത്തിൻ്റെ ഉപാസനയുടെ വലിപ്പം കൊണ്ട് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യപ്പെട്ടു, നവീകരണം നടന്നു. ആഘോഷങ്ങളും എല്ലാം ഈ കെട്ടിലും മട്ടിലും എല്ലാം അഭിവൃദ്ധി പ്രാപിച്ച് ഭഗവതി നിത്യ ചൈതന്യത്തോടെ ഇവിടെ വാണരുളുന്നു. അതുപോലെ തന്നെ സാക്ഷാൽ കളരി ദൈവങ്ങളും ഇവിടെ പ്രത്യക്ഷത്തിൽ ഇവിടെ വരുന്നവർക്ക്, വിശ്വാസികൾക്ക് അവരുടെ മനസ്സിലുള്ള എന്ത് ആവശ്യമാണെങ്കിലും അത് നിറവേറ്റി കൊടുക്കാൻ, അവരെ അനുഗ്രഹിക്കാൻ ഈ ക്ഷേത്ര സങ്കേതം ഇന്ന് ഉപകരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഞാൻ ആദ്യം വരുന്ന സമയം നവീകരണത്തിൻ്റെ ആദ്യഘട്ടങ്ങൾ തന്ത്രിവര്യൻ KPC നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ശ്രേഷ്ഠരായ തന്ത്രിമാർ, പൂജാരികൾ. അപ്പോൾ കൃത്യമായി പൂജാവിധികളോടെ പ്രതിഷ്ഠയും നിത്യ-നിദാന ചടങ്ങുകളും നടക്കുന്ന ക്ഷേത്രമാണ്. അത് ശ്രീജൻ പണിക്കർ അദ്ദേഹം ദേവലോകത്തേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമാധി രൂപത്തിൽ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഇവിടെ നിലനിൽക്കുന്നു. അദ്ദേഹം ചെയ്ത പുണ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് അദ്ദേഹത്തിനെ അറിയുന്നവരും ഇവിടെ ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്കും നമുക്കൊക്കെ അത് പ്രതിഫലിക്കുന്നു, മനസ്സിലാവും. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ശ്രീജൻ പണിക്കരുടെ സഹധർമ്മിണി സജനയാണ്. സജന എന്ന് പറയുമ്പോൾ ആ കുട്ടി ആറാട്ടുപുഴയുടെ മകളാണ്. ആറാട്ടുപുഴ കണ്ണനാംകുളം കളരി ഇതേപോലെ തന്നെ വൈലോങ്കര കളരി പോലെ തന്നെ അതിപ്രശസ്തമായ ഒരു കളരിയാണ്. ആ കളരി 6 തലമുറകളായി അവിടെ കളരി ദൈവങ്ങളെ ഉപാസിച്ചുകൊണ്ട്
കെടാവിളക്ക് സൂക്ഷിച്ചുകൊണ്ട് നിത്യം പൂജ നടത്തി അവിടെ കർമ്മങ്ങൾ ചെയ്യുകയും മഷിനോട്ടം എന്നുള്ള ഒരു വിശ്വാസ പ്രമാണത്തെ ലോകമെമ്പാടും അറിയുന്നത് ആറാട്ടുപുഴ കണ്ണനാങ്കുളം കളരിയിലെ മഷിനോട്ട തലമുറകളായി. ഇന്ന് ശ്രീകുമാര പണിക്കർ അദ്ദേഹം അതിൻ്റെ അധിപനാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് സജന. ഷീജൻ പണിക്കർക്ക് ശേഷം ശ്രീകുമാരൻ പണിക്കർ വയലോങ്കര കളരിയും ഇവിടെ വന്ന് സജനയെ വേണ്ട വിധത്തിലുള്ള പൂജാവിധികളും അതുപോലെ തന്നെ ക്ഷേത്രം കൊണ്ടു നടക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ശ്രീകുമാര പണിക്കരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അച്ഛനും മകളും പൂർവജന്മം ചെയ്ത സുഹൃതം എന്നോണം വന്നുപെട്ടത് ഷീജൻ പണിക്കരുടെ വയലോങ്കര കളരിയിലാണ്. ഈ കളരി, രണ്ട് കളരികളും വിശ്വാസികൾക്ക് അഭയം നൽകുന്ന, അനുഗ്രഹം നൽകുന്ന സങ്കേതങ്ങളാണ്. ഇവരെ ഉപാസനമൂർത്തികളായ ഭഗവതിയും സ്വാമിയും ധ്യാനിച്ച് നമ്മെ ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അതിനെ മാറ്റിത്തരാൻ ഇവിടുത്തെ ഉപാസന കൊണ്ട്, ഇവിടുത്തെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് സാർത്ഥകമാകുന്നു. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം.